ഇത്തവണത്തെ കാർഷികോത്സവം ആഗസ്റ്റ് 26-ന് ഘോഷയാത്രയോടുകൂടിയാണ് ആരംഭിക്കുന്നത്. 6 മണിക്ക് പൃഥ്വിരാജാണ് അത് ഉദ്ഘാടനം ചെയ്യുന്നത്. ഓരോ ദിവസവും വ്യത്യസ്തമായ പരിപാടികളാണ് ഇപ്പോൾ ആലോചിച്ചിട്ടുള്ളത്. സമാപന സമ്മേളനം 2-ാം തീയതിയാണ് സമാപനമെങ്കിലും 1-ാം തീയതി വൈകുന്നേരമാണ് ഒരു വലിയ കാർഷിക സമ്മേളനം എന്ന നിലയിൽ പൊതു സമ്മേളനം തീരുമാനിച്ചിട്ടുള്ളത്. അത് ബഹുമാനായ നിയമസഭാ സ്പീക്കർ ഷംസീർ ഉദ്ഘാടനം ചെയ്യും. 3 ദിവസങ്ങളിൽ നമ്മുടെ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി ശ്രീ എം പി രാജേഷ്, കൃഷി വകുപ്പ് മന്ത്രി ശ്രീ പി പ്രസാദ്, പിന്നോക്ക വിഭാഗങ്ങളുടെ മന്ത്രി SC/ST വകുപ്പിൻ്റെ മന്ത്രി കൂടിയായിട്ടുള്ള ശ്രീ OR കേളു, ഇവർ 4 പരിപാടികളിൽ പങ്കെടുക്കും. 132 സ്റ്റോളുകൾ ഇതിൻ്റെ ഭാഗമായി ക്രമീകരിച്ചിട്ടുണ്ട്. വിപുലമായ കാർഷിക വ്യവസായ പ്രദർശനം, അതോടൊപ്പം കുടുംബശ്രീ മേള എല്ലാം ഒന്നിച്ചാണ് ഇത്തവണ ഉദ്ദേശിച്ചിട്ടുള്ളത്. പിന്നെ ഭക്ഷ്യമേള പ്രത്യേകമുണ്ട്. അതിൽ തനത് രുചികളായ അട്ടപ്പാടി വനസുന്ദരി ചിക്കൻ, രാമേശ്വരി ഇഡ്ഡലി, കുടുംബശ്രീ വിഭവങ്ങൾ, പായസ വിഭവങ്ങൾ, കൂൺ വിഭവങ്ങൾ, ചെറുധാന്യ വിഭവങ്ങൾ ഇവയെല്ലാം തന്നെ ഇതിൻ്റെ ഭാഗമായിട്ടുണ്ടാകും. പിന്നെ കയറ്, മുള, കൈത്തറി ഉൽപ്പന്നങ്ങളുടെ സ്റ്റോള്, പൊക്കാളി അരി, പിന്നെ ഇതിൻ്റെ ഭാഗമായി തന്നെ വിപണിയിലേക്ക് എത്തിയ കടുങ്ങല്ലൂർ കുത്തരി, ഇവിടെ തന്നെ കൃഷിയുടെ ഭാഗമായി വന്നിട്ടുള്ള കാളാഞ്ചി, ഇങ്ങനെ വൈവിധ്യമാർന്ന ഉൽപ്പന്നങ്ങളുടെ വിഭവം ഒരുക്കുന്നുണ്ട്. മണ്ഡലത്തിൽ ഉൽപ്പാദിപ്പിക്കുന്നവ മാത്രം വച്ചിട്ടുള്ള ഒരു ഭക്ഷ്യ സ്റ്റോളും ഇതിൻ്റെ ഭാഗമായി തന്നെ ഒരുക്കിയിട്ടുണ്ട്. പിന്നെ എല്ലാ ദിവസവും കലാപരിപാടികളുണ്ട്. അക്കൂട്ടത്തിൽ ഒരു പൊതുപരിപാടി, കളമശ്ശേരി മണ്ഡലത്തിൻ്റെ മറ്റൊരു പ്രത്യേകത, 5 കേന്ദ്ര സാഹിത്യ അക്കാദമി ജേതാക്കളുണ്ട്. ലീലാവതി ടീച്ചർ, സേതു സാറ്, ഗ്രേസി ടീച്ചർ, സുഭാഷ് ചന്ദ്രൻ, തോമസ് മാത്യു സാർ. അതൊരു അപൂർവമായിരിക്കും. അപ്പോൾ ഇവരുടെ ഒരു സംഗമം. പിന്നെ മാതൃഭൂമിയുടെ പത്രാധിപരും ഈ മണ്ഡലത്തിലാണ്. അദ്ദേഹം ആങ്കർ ചെയ്യുന്ന ഒരു പരിപാടി 30-ാം തീയതി 5 മണിക്ക് കേന്ദ്ര സാഹിത്യ അക്കാദമി ജേതാക്കളുടെ ഒരു സംഗമം, ശ്രീ മനോജ് അത് ആങ്കർ ചെയ്യുന്നൊരു പരിപാടി നമ്മളിപ്പോൾ ഇതിൻ്റെ ഭാഗമായി തന്നെ സംഘടിപ്പിക്കുന്നുണ്ട്, മനോജ് കെ ദാസ്. പിന്നെ ഇതിൻ്റെ പ്രധാനപ്പെട്ട ഒരു ആകർഷക കേന്ദ്രം കടമ്പൻ മൂത്താൻ ഓർഗാനിക് തിയേറ്റർ കഴിഞ്ഞ വർഷം മുതൽ അതിപ്പോൾ ഒരു ഉത്സവമായി മാറിയിട്ടുണ്ട്. പ്രായമായ കർഷക തൊഴിലാളികൾ, കർഷകർ, തൊഴിലുറപ്പ് തൊഴിലാളികൾ എല്ലാവരും ചേർന്ന് കൊണ്ടുപോകുന്ന ഒന്നായി മാറി. ഇപ്പോൾ 2 ദിവസമായിട്ട് മണ്ഡലത്തിലുണ്ട്. കാർഷിക മേഖലയിലെ പ്രചാരണത്തിൻ്റെ ഒരു പ്രതീകമായി കടമ്പൻ മൂത്താൻ മാറിക്കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ശ്രദ്ധേയമായ കലാപരിപാടികളും നമ്മളിതിൻ്റെ ഭാഗമായിട്ട് ഒരുക്കിയിട്ടുണ്ട്. ഉദ്ഘാടന ചടങ്ങിൽ നേരത്തെ ഞാൻ പറഞ്ഞു പൃഥ്വിരാജ് ഉദ്ഘാടനം ചെയ്യും. അതുപോലെ തന്നെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മനോജ് മൂത്തേടൻ ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികൾ, ജില്ലാ കളക്ടർ, കേരള ബാങ്ക് ചെയർമാൻ ഗോപി കോട്ടമുറിക്കൽ ഇവർ പങ്കെടുക്കും. സമാപന ചടങ്ങിൽ ഷംസീർ സ്പീക്കർ ഉദ്ഘാടനം ചെയ്യും. ബഹുമാനായ MP ഹൈബി ഈഡൻ ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികൾ, കലാ സാംസ്കാരിക രംഗത്തു നിന്നുള്ള പ്രമുഖ വ്യക്തിത്വങ്ങൾ അവർ പങ്കെടുക്കും. ഗോപിനാഥ് മുതുകാട് ഒരു ദിവസം പരിപാടിയിൽ 1-ാം തീയതി ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട്. പിന്നെ 1-ാം തീയതി മെഹഫിൽ ഗസൽ സന്ധ്യയാണ് 1-ാം തീയതി ഉദ്ദേശിക്കുന്നത്. 2-ാം തീയതി പ്രശസ്ത ഗായിക രാജലക്ഷ്മിയുടെ മ്യൂസിക് നൈറ്റ്, 27-ാം തീയതി മെഹഫിൽ സന്ധ്യ, 28-ന് മ്യൂസിക്കൽ നൈറ്റ്, 29-ന് സ്ട്രീറ്റ് അക്കാദമി അവതരിപ്പിക്കുന്ന റാപ്പ്, 30-ാം തീയതി നേരത്തെ പറഞ്ഞ കേന്ദ്ര സാഹിത്യ അക്കാദമി ജേതാക്കളുടെ സംഗമം കഴിഞ്ഞാൽ സിത്താര കൃഷ്ണകുമാർ നേതൃത്വം നൽകുന്ന മ്യൂസിക് നൈറ്റ് ഉണ്ടാകും. ആഗസ്റ്റ് 31-ാം തീയതി ഹരിതകർമ്മസേനാ സംഗമമാണ്. അത് കഴിഞ്ഞാൽ 7 മണി മുതൽ മസാല കോഫിയുടെ ബാൻഡ് ഉണ്ടായിരിക്കും. സെപ്റ്റംബർ 1-ന് സിബി മലയലിനെ 40 വർഷം ചലച്ചിത്ര മേഖലയിൽ അനുഭവ സമ്പത്തുള്ള സിബി മലയൽ ഈ മണ്ഡലത്തിൽ തന്നെയുള്ള ആളാണ്. അദ്ദേഹത്തെ ആദരിക്കുന്നുണ്ട്. പിന്നെ ഒരു ദിവസം പ്രതിഭാ സംഗമമുണ്ട്. മണ്ഡലത്തിലെ എല്ലാ മേഖലയിലുള്ള പ്രതിഭകളുടെയും സംഗമം, കലാമേഖല, കായിക മേഖല, സാഹിത്യം, ശാസ്ത്രം, അക്കാദമികം, ഇങ്ങനെ ഏതൊക്കെ മേഖലയുണ്ടോ അതിലെല്ലാം പ്രതിഭ തെളിയിച്ച് കർഷക മേഖലയിലുള്ളവർ എല്ലാവരുടെയും ഒരു സംഗമം ഇതിൻ്റെ ഭാഗമായി പ്രത്യേകം നടത്തുന്നുണ്ട്. ഇതുകൂടാതെ വയോജന സംഗമവും ഈ കാർഷികോത്സവത്തിൻ്റെ ഭാഗമായി നടത്തുന്നുണ്ട്. സെപ്റ്റംബർ 2-ന് ഓണാഘോഷം, പൂക്കള മത്സരം, വടംവലി, പാചക മത്സരം ഇവ സംഘടിപ്പിക്കുന്നുണ്ട്. ഇതാണ് ഇത്തവണത്തെ കൃഷിക്കൊപ്പം കളമശ്ശേരി കാർഷികോത്സവത്തിൻ്റെ പ്രധാനപ്പെട്ട പരിപാടികൾ.
യുവ കർഷകരുടെ സംഗമം വളരെ ശ്രദ്ധേയമായിരുന്നു. ആധുനിക സാങ്കേതികവിദ്യ ഉപയോഗിച്ചിട്ടുള്ള രീതികൾ, കൃഷിക്കൊപ്പം കളമശ്ശേരിയുടെ ഭാഗമായി തന്നെ നമ്മളിപ്പോൾ ഡ്രോൺ സാങ്കേതികവിദ്യ കൃഷിക്ക് വേണ്ടി ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ പൊതുവെ മണ്ഡലത്തിലാകെ വലിയ തോതിലുള്ള മുന്നേറ്റം ഉണ്ടാക്കാനായിട്ട് നമുക്ക് ഇതുവഴി കഴിഞ്ഞിട്ടുണ്ട്.